ചില ആളുകൾ അവർ അറിഞ്ഞോ അറിയാതെ എത്ര വലിയ വഞ്ചനയാണ് ജനങ്ങളോട് ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. കാരണം ഈ ഷിർക്ക് ചെയ്യുന്ന പണ്ഡിതന്മാരെ പുകഴ്ത്തുക വഴി ആളുകൾ എത്ര വലിയ അപകടത്തിലേക്കാണ് എത്തുന്നത്. അല്ലെ, ചില ആളുകളെ കാണാൻ പറ്റും, സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറൊക്കെ ആയിട്ടുള്ള ആളുകൾ. അവർ ചിലപ്പോൾ ഷിർക്ക് ചെയ്യുന്നതായ വാചകങ്ങളൊന്നും അവർ സ്വന്തം പറയുന്നുണ്ടാവില്ല. അവർ ചിലപ്പോൾ ആളുകളോട് ഷിർക്ക് ചെയ്യാൻ ജാറത്തിൽ പോകണമെന്നോ അങ്ങനത്തെ സംസാരിക്കില്ല. പക്ഷേ ഷിർക്കിൻ്റെ വലിയ നേതാക്കളെ അവർ പുകഴ്ത്തും. ഷിർക്കിൻ്റെ വലിയ നേതാക്കളെ പുകഴ്ത്തും. സാധുക്കളായ ആളുകൾ ഇയാളുടെ ഈ പുകഴ്ത്തിൽ നിന്ന് എന്താ മനസ്സിലാക്കുന്നത്? അയാൾ തിരക്കേടില്ല, അയാൾ പറയുന്നതൊക്കെ ശരിയാണ്. ഈ അടുത്തൊരാളെ കണ്ടു, അയാൾ വളരെ സോഷ്യൽ മീഡിയയിൽ വലിയൊരു ഇൻഫ്ലുവൻസറായി. ദീനൊന്നും വലിയ സംസാരിക്കുന്നത് കാണാറില്ല, പ്രധാനമായി രാഷ്ട്രീയമാണ് സംസാരിക്കുന്നത്. അയാൾ പറയാണ്, പേരോട് ഉസ്താദ് എന്ന് പറഞ്ഞാൽ വലിയൊരു ഉസ്താദാണ്. ഈ ഉസ്താദിൻ്റെ സംസാരം അതാണ് എന്നെയൊക്കെ ദീനിയായ മേഖലയിലേക്ക് എത്തിച്ചത്. ഞാനൊക്കെ അങ്ങനെ നടക്കുന്ന സമയത്ത് എനിക്ക് ദർസിനോട് താല്പര്യമുണ്ടാക്കിയത് എന്ന് പറഞ്ഞിട്ട് പേരോട് ഉസ്താദിൻ്റെ ഒരു വഅളൊക്കെ അദ്ദേഹം ചെറിയൊരു ക്ലിപ്പായി കൊടുക്കുന്നുണ്ട്. ശരിയാണ്, പേരോട് പല സ്ഥലത്തും ഒരു കാലത്ത് ഭയങ്കരമായ ആത്മീയമായ പ്രഭാഷണങ്ങൾ നടത്തിയ വ്യക്തിയാണ്. വഅളുകൾ പറഞ്ഞ് പരലോകം പറയുന്ന ആളാണ്. പൊതുവിൽ സമസ്തക്കാരിൽ നിന്ന് വ്യത്യസ്തമായ അങ്ങനെ ഒരു കരച്ചിൽ പ്രസംഗമൊക്കെ നടത്തിയ ആളാണ്. പക്ഷെ ആരാണ് ഈ പേരോട് അബ്ദുറഹ്മാൻ സഖാഫി എന്ന് പറയുന്ന ഉസ്താദ്? നമുക്ക് ആ വ്യക്തിയോട് എന്തെങ്കിലും വൈരാഗ്യമോ വ്യക്തിപരമായ പ്രശ്നമോ ഉള്ളത് കൊണ്ടല്ലല്ലോ നമ്മൾ പറയുന്നത്. ഇപ്പുറത്ത് സകല ജാറങ്ങൾക്കും അതിൻ്റെ നേതൃസ്ഥാനം വഹിക്കുന്ന ആളാണിത്. അല്ല, പല കാര്യങ്ങളും എന്തൊക്കെയോ മാറ്റി പറയാനൊക്കെ നോക്കുന്നുണ്ട്. പക്ഷെ എന്നിരുന്നാലും എന്ത് ജാറങ്ങളിലുള്ള മനുഷ്യന്മാരോട്, ജാറങ്ങളിൽ കിടക്കുന്ന സ്വാലിഹ്യങ്ങളാണെന്ന് പറയുന്നവരോ അല്ലാത്തവരായ ആളുകളോട് പ്രാർത്ഥിക്കുകയും സഹായം തേടുകയും ചെയ്യാം. അവർ ഇലാഹാണെന്ന് വിശ്വസിക്കാതിരുന്നാൽ മതി, അതൊക്കെ തൗഹീദിനകത്തെ പെടുകയുള്ളൂ, നല്ല കാര്യമാണ് എന്ന് പറയുകയും അതിന് സംവാദം നടത്തുകയൊക്കെ ചെയ്യുന്ന, അതിനുവേണ്ടി ഓടി നടന്ന് മത്സരിക്കുന്ന ഒരാളാണ് ഈ പേരോട് അബ്ദുറഹ്മാൻ സഖാഫി എന്ന് പറയുന്ന ആൾ. ഈ ആളുകൾക്കൊക്കെ വേണ്ടി ഈ ഷിർക്കിന് വേണ്ടി വാദിക്കുന്ന ആളാണ്, ഷിർക്കിന് വേണ്ടി പണിയെടുക്കുന്ന ആളാണ്. ഈ പറയുന്ന സ്ഥാപനങ്ങളിൽ നിന്നൊക്കെ പഠിപ്പിച്ചു വിടുന്ന മക്കളെ ഈ ഷിർക്കിൻ്റെ പ്രചാരകരായിട്ടാണ് വിടുന്നത്. അത്രയും അബദ്ധങ്ങൾ ചെയ്യുന്ന ആളാണ്, ഒരുപാട് ബിദ്അത്തുകൾ ചെയ്യുന്ന ആളാണ്. അതല്ലെങ്കിൽ ഈ വിഷയം അയാൾ ചർച്ച ചെയ്യണം. അല്ലെങ്കിൽ ഈ ചില ആളുകൾ കാന്തപുരം ഉസ്താദ് ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ ഇടപെട്ടുകൊണ്ട് അവിടെയൊക്കെ രക്ഷപ്പെടുത്തി അങ്ങനെയാക്കി ഇങ്ങനെയാക്കി എന്നൊക്കെ പറയും. പക്ഷെ ഇപ്പുറത്ത് സഹോദരങ്ങളെ, മുസ്ലിമീങ്ങളെ അവരുടെ വിശ്വാസത്തിലുള്ള കുറവിനെ ചൂഷണം ചെയ്യുകയും അവരുടെ സാമ്പത്തികമായി ആത്മീയമായി ഒക്കെ ചൂഷണം ചെയ്യുന്ന ഒരു വ്യക്തിയാണത്. അയാൾ നമ്മളോട് എന്തെങ്കിലും ദുൽമ ഇതുവരെ ചെയ്തിട്ടില്ല. നമ്മളൊരു സ്വത്ത് പോലും ഒരു ഉറുപ്പ്യ പോലും അയാൾ നമ്മളിൽ നിന്ന് അപഹരിച്ചിട്ടില്ല. അതുകൊണ്ടുള്ള ദേഷ്യത്തും കൊണ്ടല്ല പറയുന്നത്. മറിച്ച് ഈ ആളുകളെ, സാധുക്കളായ ആളുകളെ ഷിർക്കിന് വേണ്ടി ഖുർആനിൽ നിന്ന് ആയത്തോതി തെളിവിടിച്ചു കൊടുക്കുകയാണ്. ഒരിക്കലും ഒരു മുഫസ്സിർ പോലും പറയാത്ത തൗഹീദിൻ്റെ ആയത്തുകൾ ആളുകൾക്ക് ഓതി സംവാദവേദിയിൽ ഏറ്റുമുട്ടിയപ്പോൾ അത് ഷിർക്കിന് വേണ്ടി ഓതിയ മനുഷ്യനാണ്. ഇന്നുവരെ അയാൾ തിരുത്തിയിട്ടില്ല, അയാൾക്ക് പ്രായം കുറയായി. അതുപോലെ തൗഹീദിൻ്റെ ആയത്തുകളെല്ലാം ഷിർക്കിന് വേണ്ടി ഓതി ജനങ്ങളെ ജാറങ്ങളിലേക്കും മറ്റൊക്കെ നയിക്കുന്ന ആളാണ്. ഈ പറഞ്ഞ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആയിട്ടുള്ള അയാളെക്കാളും പേച്ച കുരുവട്ടൂരികൾ എന്ന് പറയുന്ന ആളുകളൊക്കെ വളരെ ശക്തമായി എതിർക്കുന്നത് കാണുന്നുണ്ട്. എന്നാൽ അവർ പറഞ്ഞ എന്ത് കാര്യമാണ് ഈ ആളുകൾ പറയാത്തതായിട്ടുള്ളത്? അവർ സി എം മടവൂരിനെ പുകഴ്ത്തി അവിടെ എത്തിക്കുന്നു. അതേ കാര്യങ്ങൾ സി എം മടവൂരിനെ കുറിച്ച് പുകഴ്ത്തിയിട്ട് ഈ പറയുന്ന AP സമസ്തക്കാരെ എഴുതിയിട്ടില്ലേ? സി എം മടവൂർ എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ വലിയാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നിട്ട് സി എം മടവൂരിൻ്റെ സ്മരണികയൊക്കെ എഴുതിയത് ഇന്ന് കുരുവട്ടൂരികൾ ഉണ്ടായതിനു ശേഷമല്ലല്ലോ, പഴയ കാലത്ത് തന്നെ എഴുതിയിട്ടുള്ളതല്ലേ. അത് ഈ സമസ്തയുടെ നേതാക്കളല്ലേ. സി എം മടവൂർ നിസ്കരിക്കാത്ത ആളായിരുന്നു, നോമ്പെടുക്കുന്ന ആളെ മുറിപ്പിക്കുന്നവനായിരുന്നു. ഇതൊക്കെ ഇയാളെ പുകഴ്ത്തുന്നതാണ്. ഇതേതെങ്കിലും ഒരു വലിയന് യോജിക്കുന്നതാണോ? ഇസ്ലാമിൻ്റെ അടിസ്ഥാന വിശ്വാസം പഠിച്ച ആരെങ്കിലും ഒരാൾ പറയും ഇത് വലിയന് യോജിക്കുന്ന ഒരു സ്വഭാവമാണെന്നുള്ളത്? അങ്ങനെയുള്ള ആളുകളെയാണോ ഇസ്ലാം വലിയായി പരിചയപ്പെടുത്തിയത്? ഇത് പിൽക്കാലത്തെ ഭ്രാന്തന്മാരായ സൂഫികൾ കൊണ്ടുവന്ന ചില വിശ്വാസ കാര്യങ്ങളല്ലേ. ഒരാൾ ദീനൊക്കെ ഒഴിവാക്കിയിട്ട് പ്രത്യേക മർത്തബയിലെത്തിയിട്ട് അള്ളാഹിനെ ആരാധിക്കുന്നതൊക്കെ വിട്ട് ഇങ്ങനെയുള്ള ഒരു ജാതി പ്രത്യേകമായ വേഷവിധാനങ്ങളൊക്കെ സ്വീകരിക്കുക എന്നുള്ള ദീൻ ഏതെങ്കിലും കാലത്ത് പഠിപ്പിച്ചിട്ടുണ്ടോ സഹോദരങ്ങളെ? ഇയാൾ അതൊക്കെ ചർച്ച ചെയ്യേണ്ടതില്ലേ? അപ്പം ആ പറയുന്ന സി എം മടവൂരിനെ പുകഴ്ത്തിയതും അതിന് സകല വളം വെച്ചു കൊടുത്ത ആളുകൾ AP സമസ്തയല്ലേ. എന്നിട്ട് ആ AP സമസ്തയുടെ നേതാക്കന്മാരായ മുൻനിരയിലുള്ള ഇത്തരം പ്രഭാഷകരെയും വഅളുകളെയും പുകഴ്ത്തുക വിരോധാഭാസമാണ് നിങ്ങളുടെ സംസാരത്തിലുള്ളത്. ഈ ആളുകളുടെ സംസാരം ശരിയാണ്, വളരെയധികം വൃത്തിയായിട്ട സംസാര രീതിയാണ്. അതാണോ നിങ്ങളെ ഭയപ്പെടുത്തിയത്? അതല്ലെങ്കിൽ അതാണോ നിങ്ങളെ ചൊടിപ്പിച്ചത്? അതല്ലെങ്കിൽ ഈ ആളുകൾ നിങ്ങളുടെ പ്രസ്ഥാനത്തെ എതിർത്തതാണോ നിങ്ങളെ ചൊടിപ്പിച്ചത്? നിങ്ങൾക്കൊരിക്കലും തൗഹീദും ഷിർക്കും അത് നിങ്ങൾക്കൊരു പ്രയാസമായിട്ടില്ല. ഈ പറയുന്ന ആളുകൾ തൗഹീദിനെതിരെ സംസാരിച്ചു എന്നുള്ളത് കൊണ്ടല്ല, അതല്ലെങ്കിൽ ചില കാര്യങ്ങളെ അവർ ഷിർക്കിൽ പരിധി വിട്ടു എന്നുള്ളതൊന്നുമല്ല നിങ്ങളെ ചൊടിപ്പിച്ചത്. നിങ്ങളെ ചൊടിപ്പിച്ചത് നിങ്ങളെ ചില നേതാക്കന്മാരെ എതിർത്തത് കൊണ്ട് മാത്രമാണ്. ജനങ്ങളോട് നസീഹത്തുള്ളൊരു മനുഷ്യൻ
ഒരിക്കലും അങ്ങനെയല്ല ആകേണ്ടത്. എൻ്റെ സംഘടന എന്ത് ആളുകൾ പറഞ്ഞു, എൻ്റെ സംഘടനയെ വിമർശിച്ചു, എന്നെ വിമർശിച്ചു എന്നത് നമുക്ക് വിഷയമേ ആകാൻ പാടില്ല. മറിച്ച് തൗഹീദിനെതിരെ പൊളിക്കുന്ന വർത്തമാനങ്ങൾ പറഞ്ഞ ആളാണ് ഈ പേരോട് ഉസ്താദ്. ഈ പറയുന്ന കുരുവട്ടൂരികൾക്ക് മുമ്പേ തന്നെ ഇവരൊക്കെ പഠിപ്പിച്ചു വിട്ടത് ഈ ആളുകളാണ്, ബേസ് കൊടുത്ത ആളുകളാണ്. കാരണം ഈ പറയുന്ന നൗഷാദിൻ്റെ ഒക്കെ ബിരുദം എവിടെയാണ്? അഹ്സനിയാണ്. AP സമസ്തയുടെ ഇന്നുള്ള കോളേജാണത്. AP സമസ്തക്ക് ഇന്നും ഒതുക്കങ്ങളിലുള്ള കോളേജാണത്. ഇന്നും അവരുടെ കയ്യിലാണുള്ളത്, അല്ലാതെ ഈ കുരുവട്ടൂരുകളുടെ കയ്യിലല്ല. അവിടെ നിന്നാണ് ഈ കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു കൊടുക്കുന്നത്. ഈ ആയത്തുകളൊക്കെ ഇവൻ അവരുടെ ചാവേറായിരുന്നു. സംവാദ വേദിയിലും പോയി തൗഹീദ് പൊളിക്കാൻ വേണ്ടിയിട്ട്, ആളുകൾക്കിടയിൽ ഇഷ്കാലുണ്ടാക്കി ഷിർക്ക് പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ചാവേറായിരുന്നു അത്. അവൻ അതിൽ കൂടുതൽ സ്പെഷ്യലൈസ് ചെയ്ത് പോയി എന്ന് മാത്രം. ബാക്കിയുള്ള ആളുകളുണ്ട്, ബാക്കിയുള്ളവർ പലരും ഇന്ന് ചില കറാമത്തുകളൊക്കെ, കള്ളക്കറാമത്തുകളൊക്കെ പറയാത്തത് സോഷ്യൽ മീഡിയയിൽ ആളുകൾ അവരെ എയറിൽ കയറ്റും എന്നൊക്കെ ഇപ്പം ആളുകൾ പറയുന്നു. അത് പേടിച്ചിട്ട് മാത്രം പറയാത്ത ചില ആളുകളുണ്ട്. അതുകൊണ്ട് നമ്മളൊന്നും പറയുന്നില്ല. മറ്റൊരു അങ്ങനെയൊന്നും പേടിയില്ല, ഞങ്ങൾ ഭയങ്കര ആത്മാർത്ഥതയാണെന്ന് പറഞ്ഞിട്ട് അതൊക്കെ പറയാണ്. ഈ ആളുകൾക്ക് ഇന്ന് സോഷ്യൽ മീഡിയയിൽ ആളുകൾ ഇപ്പം എന്നെ കളിയാക്കും എന്ന് പേടിച്ചിട്ട് മാത്രം പറയാതിരിക്കുക. അല്ല, അള്ളാനെ പേടിയില്ല ഇത്തരം കള്ളക്കറാമത്തുകളെ കുറിച്ച് പറയാൻ വേണ്ടി. ഇതൊന്നും ദീൻ പഠിപ്പിച്ച കാര്യമാണ്. അത് ഇത്തരം തെമ്മാടിത്തരങ്ങളൊക്കെ കാണിച്ചിട്ട് അത് കറാമത്തുകളാണെന്ന് പറയാൻ ദീനുൽ ഇസ്ലാമിന് അങ്ങനെ ഒരു കറാമത്തിനെ പരിചയമുണ്ട്. ഈ തോന്നിവാസങ്ങളൊക്കെ ചെയ്തിട്ട് അത് കറാമത്തുകളെ അവതരിപ്പിക്കാൻ. അതുകൊണ്ട് ഈ പറയുന്ന ആളുകളോടൊക്കെ പറയാനുള്ളത്, നിങ്ങൾ ആത്മാർത്ഥമായിട്ടാണ് പറയുന്നത് എങ്കിൽ നിങ്ങൾ ഈ പറയുന്ന പേരോട് ഉസ്താദിനൊന്ന് പുകഴ്ത്താൻ നിങ്ങൾക്ക് യാതൊരു അവകാശമില്ല. കാരണം ഈ പറയുന്ന സകല ഷിർക്കിൻ്റെ വേരുകളും ഇവരുടെ സ്ഥാപനങ്ങളിലേക്കും ഇവരുടെ ആദ്യകാല പ്രഭാഷണങ്ങളിലേക്കും സംവാദങ്ങളിലേക്കുമാണ് ഊന്നി നിൽക്കുന്നത്. ഇവർ തന്നെയാണ് ഇതിന് വളം വെച്ച് കൊടുത്തിട്ടുള്ളത് എന്ന് വളരെ കൃത്യമായി മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കാനും തൗഹീദിന് പ്രാധാന്യം കൊടുക്കാനും അതിനുവേണ്ടി നിലകൊള്ളാനും അതിനുവേണ്ടി ജീവിക്കാനും അതിനുവേണ്ടി മരിക്കാനും നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ.